എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കടകൻ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഹക്കീം, സോന, ജാഫർ ഇടുക്കി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് കടകൻ. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു സിനിമ ഇപ്പോൾ സൺ നെക്സ്റ്റ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. തിയേറ്ററുകളിൽ വിവാദം സൃഷ്ടിച്ച ഈ ഒരു ചിത്രം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് പണി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് പണി. തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ഇപ്പോൾ ഈ ഒരു ചിത്രം ജനുവരി 9 സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന റോളുകളിൽ എത്തിയ കോമഡി ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹലോ മമ്മി. തിയേറ്ററുകളിൽ വലിയൊരു വിജയം നേടിയ ഈ ഒരു സിനിമ ജനുവരി 9 ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവർ പ്രധാന റോളുകളിൽ എത്തിയ ഫാമിലി ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട മൂവിയാണ് സൂക്ഷ്മദർശിനി. തിയേറ്ററുകളിൽ വലിയൊരു വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം ജനുവരി 10 C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് റൈഫിൾ ക്ലബ് എന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കിൻഡ് എന്നിവർ തകർത്തഭിനയിച്ച ആക്ഷൻ ത്രില്ലർ മൂവിയാണ് റൈഫിൾ ക്ലബ്. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ മാസം ലാസ്റ്റോടുകൂടി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് ബറോസ്. ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു മൂവി 3Dയിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ ആണ്. ജനുവരി ലാസ്റ്റ് വീക്കോട് കൂടി ഈ ഒരു ചിത്രം ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് മാർക്കോ എന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ഏറ്റവും പുതിയ വയലൻസ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മാർക്കോ. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയെടുത്ത ഈ ഒരു സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ ആണ്. ജനുവരി ലാസ്റ്റ് വീക്കോട് കൂടി ഈ ഒരു ചിത്രം ഹോട്ട്സ്റ്റാറിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.